സംസ്ഥാനത്ത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ വാർത്തകൾ തുടർച്ചയായി പലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ്. അപ്പോൾ കെട്ടിക്കിടക്കുന്ന കുളം പോലെയുള്ള സ്ഥലങ്ങളിൽ കുളിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ എല്ലായിടത്തുമല്ല, പക്ഷേ ഇത്തരം ജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ അത്തരം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ 45-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 7ആയി. ദൃശ്യ പുതിയടത്ത് വിവരങ്ങൾ നൽകും. ദൃശ്യ, അമീബിക് മസ്തിഷ്ക ജ്വരം ഭയപ്പെടേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും പലയിടത്തു നിന്ന് ഇത്തരം രോഗാവസ്ഥ റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്കയുണ്ടാക്കുന്നു. നിലവിൽ 7 പേർ ചികിത്സയിലുണ്ട്. ഇപ്പോൾ വന്ന ഈ പുതിയ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ജിൽസി, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 7 പേരാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത്. അതായത് 3 ജില്ലകളിൽ നിന്നുള്ള 7 പേർ. മലപ്പുറത്ത് 3 കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 3 കേസുണ്ട്. ഇതുകൂടാതെ വയനാട് ജില്ലയിൽ നിന്നാണ് ഇന്നലത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്ന ഒരാൾക്കാണ് ഇന്നലെ രാത്രിയോടെ രോഗം സ്ഥിരീകരിച്ചത്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ 45-കാരനാണ് ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ആകെ കേസുകൾ ചികിത്സയിലുള്ളവരുടെ എണ്ണം 7ആണ്. ഇതുകൂടാതെ തന്നെ താമരശ്ശേരി സ്വദേശിയായ 4ാം ക്ലാസ്സുകാരി അനയ കഴിഞ്ഞ ആഴ്ചയാണ് ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. എന്തായാലും അനയുടെ സഹോദരനായ 7 വയസ്സുകാരനും ഇത്തരത്തിൽ രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. ഈ 3 മാസം പ്രായമുള്ള ഓമശ്ശേരി സ്വദേശിയായ കുഞ്ഞ് ചികിത്സയിലുണ്ട്. ഈ കുഞ്ഞിപ്പോൾ വെന്റിലേറ്ററിലാണ്, ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഈ 3 ജില്ലകളിൽ നിന്നായി 7 കേസുകളാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ഈ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 3 ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരോഗ്യവകുപ്പിന് ഇതുവരെ ഈ രോഗം വരുന്നതിന്റെ ഉറവിടം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ അനേക കുളത്തിൽ നിന്നാണ് ഈ രോഗബാധ ഉണ്ടായതെങ്കിൽ ഈ കുഞ്ഞിന്, ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുഞ്ഞിന് ഈ വീട്ടിലെ കിണറ്റിലാണ് കുളിപ്പിച്ചത് കുട്ടിയെ. മറ്റൊരു ജലാശയവുമായി കുട്ടി ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതാണ് ഉറവിടം, രോഗമുണ്ടാകുന്നതിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് ഇതുവരെ ആരോഗ്യ വകുപ്പിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. എന്തായാലും 7 കേസുകളാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ അനയുടെ മൂത്ത സഹോദരനും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ ആരോഗ്യ വകുപ്പിന്റെ കർശനമായ പരിശോധനകളും ഈ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. നമ്മൾ സ്വയം ഈ കാര്യത്തിലൊരു ഇതെടുത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് തന്നെ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ വീട്ടിലെ കുളവും ചുറ്റുപാടുള്ള ജലാശയങ്ങളൊക്കെ ശുചീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഈ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ ആരോഗ്യ വകുപ്പിനെ മാത്രം